എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിംഗ് സ്നാക്ക് ആയിട്ടും പിന്നെ നമ്മുടെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനും കൂടെ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അത് തന്നെയല്ല ഒരു 10 മിനിറ്റ് ഒക്കെ മതി ട്ടോ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടാറ്റോ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാനിലേക്ക് ബോയിൽ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഇതെല്ലാം ഒന്ന് തിളച്ച് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പൊട്ടാറ്റോ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് ഞാൻ ദേ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ദേ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടൊക്കെ ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ കൈ കൊണ്ടായാലും ചെയ്താൽ മതി ട്ടോ. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ് കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ പൊട്ടാറ്റോയുടെ ഈ നനവിൽ തന്നെ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേശ്ശെയായിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. കണ്ടോ? ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് കയ്യിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ചെറിയൊരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ? ഞാനപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതിന് ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ വരുമ്പോൾ ഒരു ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് മാത്രമായിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ഡിസൈനൊക്കെ വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ മാവും ഞാൻ ദേ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു പാനിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് കോൺഫ്ലോർ ആയതിൻ്റെ പേരിൽ തന്നെ നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം ട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. നോർമൽ വാട്ടറിലേക്ക് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. കാരണം കോൺഫ്ലവർ ഒക്കെ ആയതിൻ്റെ പേരിൽ തന്നെ വേഗം തന്നെ അത് കുക്കായിട്ട് വരും. അപ്പോൾ 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് എടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഇതെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. കുക്കായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടോ ഇതെല്ലാം അങ്ങനെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഊറ്റിയെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം.
കണ്ടോ എല്ലാം ഞാൻ ദേ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഇതുപോലെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ദേ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനപ്പോൾ ഒരു 6 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളകാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ടോ ഇതെല്ലാം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രം 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ പൊട്ടാറ്റോ സ്നാക്ക്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. കണ്ടോ നല്ലതുപോലെ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. ഇപ്പം ഞാൻ ദേ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടമാവും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.